എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റിലാണോ സെക്കൻഡിലാണോ ഏത് അലോട്ട്മെൻറ്റിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ അല്ലെങ്കിൽ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾ ഇന്ന് മുതൽ അതായത് ജൂൺ 24 മുതൽ ജൂൺ 30 വരെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു admissions.kannur university.ac.in/FRYUGADM 2025/index.php എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജ് ലോഗിൻ ചെയ്യാനുള്ള പേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹോം എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗത്തേക്ക് അതായത് ആ ഒരു പേജിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നമ്പേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ സൈൻ ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് സൈൻ ചെയ്യുക. നിങ്ങൾക്ക് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID എന്നിവ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഇമെയിൽ ID എന്നിവ കൊടുക്കുക. അതിനുശേഷം സെൻഡ് പാസ്വേഡ് റീസെറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി നിങ്ങളുടെ ആ ഒരു ഇമെയിൽ IDയിലേക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ലിങ്ക് വരുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് കിട്ടിയതെന്ന് കാണാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. മാൻഡറ്ററി ഫീസ് എന്ന് പറയുന്നത് 990 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക്. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 925 രൂപയാണ് ഒരു ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഡൗൺലോഡ് അലോട്ട്മെൻറ്റ് മെമ്മോ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പേ ഫീസ് എന്നുള്ളൊരു ലിങ്ക് നിങ്ങളുടെ ആ ഒരു പേജിൽ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്ത വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഈ ഒരു അഡ്മിഷൻ നേടാനുള്ള ഡേറ്റ് ഉണ്ടാകും. അതായത് 24 to 30 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുക. അതായത് 24-ാം തീയതി മുതൽ ഈ ഒരു 30-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അഡ്മിഷനായിട്ട് വേറെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ കോളേജിൽ വേറെ ഫീസ് അടക്കേണ്ടതായിട്ടുണ്ടോ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് അപ്പോൾ അഡ്മിഷനായിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയോടൊപ്പം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഓൺലൈനായിട്ടുള്ള അപേക്ഷയുടെ നിങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുത്ത സമയത്ത് കിട്ടിയ പ്രിൻ്റ് ഔട്ടാണ്. പിന്നീട് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ലഭിച്ച ഒരു പ്രിൻ്റ് ഔട്ടും, അതുപോലെ നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ അഡ്മിഷൻ ഫീസ് അടച്ചിട്ടുണ്ടാകും. അതായത് 990 രൂപയും, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 925 രൂപയും അടച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ +2-ൻ്റെ ആ റിസൾട്ടിൻ്റെ ആ ഒരു ഒറിജിനൽ സർട്ടിഫിക്കറ്റ് +2 സർട്ടിഫിക്കറ്റ് ഒറിജിനൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പ്രിൻ്റ് ഔട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ടും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാനായിട്ടുള്ള ആ ജനനത്തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾക്കൊന്നുകിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ആ ഒരു ബർത്ത് ഡേറ്റ് ഉണ്ടാകും. അപ്പോൾ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് നിങ്ങളുടെ ഈ ഒരു TC ആണ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. അടുത്തതായിട്ട് നിങ്ങളുടെ കോഴ്സ് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അത് സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ OEC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് തെളിയിക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ രേഖ, അതായത് SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ OEC വിദ്യാർത്ഥികൾക്ക് ഈ ഒരു
SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതായിട്ട് വരും. ഇനി അടുത്തതായിട്ട് EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബാക്കിയുള്ള SC BC OBC ഇതുപോലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, അതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു NCC, അതുപോലെ തന്നെ SPC, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, അതുപോലെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ബോണസ് പോയിൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, ബോണസ് പോയിൻ്റുള്ള ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഈ ഒരു ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HSC VHSC THSC CBSE CISE NOS കേരള +2 തുല്യത എന്നിവ ഒഴികെ മറ്റ് ബോർഡുകളിൽ നിന്നും യോഗ്യതാ പരീക്ഷ പാസ്സായവർ, അത് +2 പാസ്സായവർക്ക് കണ്ണൂർ സർവകലാശാലയുടെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ളത് നേറ്റിവിറ്റി തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റാണ്. നേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യക്കാരാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതല്ല നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ളത് അപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങൾ തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അത് നിങ്ങൾ അപേക്ഷയിൽ വേറെ എന്തെങ്കിലും റിസർവേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അടുത്ത് നിങ്ങൾ ഫീസ് അടച്ചു എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള ആ ഒരു ഫീസ് അടച്ച വിവരങ്ങൾ അടങ്ങിയ ഒരു പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ PTA ഫണ്ടിനത്തിൽ ഏകദേശം ഒരു 4000-ഓളം രൂപ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേറെ പല ഫീസും വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എയ്ഡഡ് കോളേജ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിലൊക്കെയാണ് കിട്ടിയതെങ്കിൽ അഡ്മിഷൻ സമയത്ത് തന്നെ ഏകദേശം ഒരു 10,000-ഓളം രൂപ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക, അതിനുശേഷം എത്ര രൂപയാണ് അഡ്മിഷൻ ടൈമിൽ ഫീസ് വരിക എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. ചിലപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് മുഴുവനായിട്ട് അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ ഫീസിൻ്റെ അതൊരു ഫീസ് അടക്കേണ്ട ആവശ്യം വരില്ല. എന്നാൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് നൽകേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷന് പോകുന്ന മുമ്പായിട്ട് നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.